RCBക്ക് മുന്നിൽ തകർന്നു വീണ മുംബൈ ഇന്ത്യൻസ് 12 റൺസിൻ്റെ വിജയമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത്. ബാംഗ്ലൂർ ഉയർത്തിയ 221 എന്നുള്ള ഒരു ടോട്ടൽ മറികടക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല. 209 മുംബൈയുടെ ബാറ്റിംഗ് നിര തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവരുടെ റോയൽ ചലഞ്ചേഴ്സിൻ്റെ നട്ടെല്ലായത് കോഹ്ലി തന്നെയാണ്. കോഹ്ലിയും അതുപോലെ തന്നെ രജത് പടിത്തറുമാണ്. അവർ രണ്ടുപേരുടെ ഒരു മികച്ച ബാറ്റിംഗ് തന്നെയാണ് കളി മാറ്റിയത് എന്ന് പറയാം. 221 എന്നുള്ള മികച്ച ഒരു സ്കോർ എടുക്കാൻ ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് തന്നെയാണ്. അതുപോലെ തന്നെ പടിക്കൽ 37 റൺസും ജിതേഷ് 40 റൺസും സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി. അങ്ങനെ ടോട്ടൽ 221 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലെടുക്കാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈക്ക് രോഹിത് ശർമ്മ വീണ്ടും ഫ്ലോപ്പ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 17 റൺസ് മാത്രമാണ് രോഹിത് ശർമ്മ എടുത്തോളൂ. അവരുടെ ഇടയിൽ എടുത്തു പറയേണ്ടത് തിലക് വർമ്മയുടെ ബാറ്റിംഗ് തന്നെയാണ്. 56 റൺസും ഹാർദിക് പാണ്ഡ്യ 42 റൺസും സ്വന്തമാക്കി. പക്ഷേ 209 അത്യാവശ്യം നല്ലൊരു ടോട്ടൽ തന്നെ ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു മുംബൈക്ക്. 209 മുംബൈ കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 12 റൺസിൻ്റെ വിജയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കി. രണ്ട് ടീമുകളും അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മുംബൈ ചേസിങ് ചെയ്തതായാലും റോയൽ ചലഞ്ചേഴ്സിൻ്റെ ആദ്യത്തെ ബാറ്റിംഗ് ആയാലും അടിപൊളിയായിട്ട് തന്നെ രണ്ട് ടീമുകളും കളിച്ചു. മുംബൈനെ വീഴ്ത്തിയത് അത് കുർണാൽ പാണ്ഡ്യയുടെ ബോളിംഗ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം 4 ഓവറിൽ 4 വിക്കറ്റാണ് കുർണാൽ പാണ്ഡ്യ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ മികച്ച ബോളിങ്ങിൽ മുംബൈനെ അവർക്ക് മുട്ടുകുത്തിക്കാനായി. അങ്ങനെ 12 റൺസിൻ്റെ വിജയം ബാംഗ്ലൂർ സ്വന്തമാക്കി ഇന്നത്തെ മത്സരത്തിന്. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് കൊൽക്കത്ത ലക്നൌവിനെയാണ് നാളെ നേരിടുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.